प्रिय भाई बहनों को मसीह में प्रेम का वंदन। കർത്താവിന്റെ കൃപയാൽ ബേബുക്കുട്ടി ബ്രദറും ഞാനും ആന്ധ്രയിൽ പോയി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സഹോദരന്മാരുമായിട്ടും അവിടെ 2-3 സ്ഥലങ്ങളിൽ പുതിയ പ്രവർത്തനം ഔട്ട്റീച്ച് നടത്തി കൃപയാൽ ഇന്നലെ വൈകിട്ട് വന്നു ചേർന്നു. प्रभु की दया से 2-3 हफ्ते के लिए मैं और भाई बुटी ब्रदर हम लोग आंध्रा में प्रभु की सेवा के लिए हम लोग गए थे। वहां पर अलग अलग जगहों पर हम लोग को जाने मिला, आउटरीच करने को मिला, प्रभु का सेवा करने को मिला और कल रात को वापस हम दोबारा मुंबई आए। പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ വിശുദ്ധന്മാർക്കും കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. जो भी भाई बहनों ने जिन्होंने इस विषय के लिए प्रार्थना किया वो सबको मैं मेरा धन्यवाद मैं बताता हूँ। നമുക്ക് വീണ്ടും ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. और आज दोबारा फिर से प्रभु हमें प्रभु का वचन की उपस्थिति में लेकर आया, उसके लिए धन्यवाद। നമുക്കിന്ന് പരീക്ഷ എന്നുള്ള വിഷയത്തെ കുറിച്ച് അല്പമായിട്ട് പഠിക്കാം, ചിന്തിക്കാം. आज हम लोग परीक्षा के विषय में हम लोग जो ट्रायल्स है उसके विषय में हम पढ़ेंगे। നമ്മൾ ആ പദത്തെ നമ്മൾ വചനത്തിൽ സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് പരീക്ഷ എന്നുള്ളത്. हम लोग जब परीक्षा करके शब्द को जब पढ़ते समय में उसका 2 प्रकार है, हमें समझना चाहिए। അപ്പൊ അത് വേദപുസ്തകത്തിൽ നിന്നും അതിനെ വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. സാത്താന്റെ വശത്തു നിന്നുണ്ടാകുന്നതാണ് പരീക്ഷ, ദൈവത്തിന്റെ വശത്തു നിന്ന് ഉണ്ടാകുന്നതാണ് ട്രയൽ അല്ലെങ്കിൽ ടെസ്റ്റ്. ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. तो परीक्षा का अवस्था को जब समझते समय में हमें 2 पहलू है। एक है जब शैतान हमारा परीक्षा करता है करके बोलते समय में उसको वो शब्द परीक्षा करके शब्द हम लोग इस्तेमाल किया जाता है, परंतु जब परमेश्वर जब हमें परीक्षा लेते समय में उसको परीक्षा नहीं परखा जाना का अवस्था करके बोला गया है। ये दोनों शब्द को हमें बाइबल से हमें उसको आइडेंटिफाई करके पहचान कर हमें समझना है कि क्या हमारा परीक्षा हो रहा है या हमें परखा जा रहा है। അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ പരീക്ഷ എന്നുള്ളത്, സാത്താന്റെ വശത്തു നിന്നുള്ള പരീക്ഷ എങ്ങനെയാണ് നമ്മളിൽ എഫക്ട് ആകുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. तो शैतान की ओर से जब परीक्षा आते समय में वो हमारे जीवन में कैसा कार्य करता है करके हम वचन में पढ़ेंगे। നമുക്ക് ആദ്യമായിട്ട് യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ हम याकूब का पुस्तक 1:14 उसका 1:14 जब हम पढ़ते हैं, क्या ये वे सब सेवा टहल करने वाले आत्मा ही नहीं जो उद्धार याकूब का पुस्तक 1:14 में पढ़ते हैं, परंतु प्रत्येक व्यक्ति अपने ही अभिलाषा में खींच कर और फंस कर परीक्षा में पड़ता है। നമ്മള് പരീക്ഷിക്കപ്പെടുന്നത് നമ്മളിലുള്ള ലെസ്റ്റ് അല്ലെങ്കിൽ നമ്മളിലുള്ള ദുരാഗ്രഹമാണ് സാത്താൻ പരീക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരുന്നത്. शैतान की ओर से परीक्षा में गिरने का कारण कब होता है? जब हमारा व्यक्तिगत रीति से जब कोई अभिलाषा में हम लोग जब उसमें खींचकर हम लोग जब फंस जाते हैं, उस पर तभी होता है, शैतान में फंस जाते हैं। അപ്പോൾ നമ്മളിൽ ലെസ്റ്റ് അല്ലെങ്കിൽ ഒരു ദുരാഗ്രഹം ഉണ്ടാകുമ്പോൾ, इसके लिए जब हमारे अंदर जब अभिलाषा आता है, നമ്മുടെ ജഡം വഴി അല്ലെങ്കിൽ നമ്മുടേതായിരിക്കുന്ന ഹൃദയം എന്തെങ്കിലും കാര്യങ്ങൾ മോഹിക്കുമ്പോൾ, അതായത് നമ്മള് യോഹന്നാന്റെ ലേഖനം അതിന്റെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിലുണ്ട്. അതായത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ മൂന്നും ദൈവത്തിൽ നിന്നല്ല, അത് ലോകത്തിൽ നിന്നാണ്, സാത്താനിൽ നിന്നാണെന്നാണ് വായിക്കുന്നത്. वहां पर हम लोग 1 यूहन्ना 2 का जब हम लोग 13-14 पढ़ते समय में वहां पर हम देखते हैं कि जो आंखों की अभिलाषा जो है उसका 16 अध्याय में जब 16 वाक्य में पढ़ते समय में, क्योंकि जो कुछ संसार में है अर्थात शरीर की अभिलाषा और आंखों की अभिलाषा और जीविता का घमंड, ये सब पिता की ओर से नहीं परंतु संसार की ओर से है। അപ്പൊ അത് നമ്മളിൽ വന്നിട്ട് അത് ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. और वो हमारे ये मोह या अभिलाषा हमारे अंदर गर्भवती होकर पाप का उत्पन्न करता है। അതാണ് നമ്മൾ 15-ാം വാക്യത്തിലുള്ളത്. जो हम लोग 15 वाक्य में हम पढ़ते हैं। നമ്മളിൽ ഒരു പാപം വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ പൂർണ്ണ സഹകരണം ആവശ്യമാണ്. इसके लिए पाप अगर हमारे अंदर गर्भवती होना है तो हमारी ओर से उसका परमिशन होना जरूरी है। അപ്പോൾ നമ്മളെ ഏദൻ തോട്ടത്തിൽ നമ്മളെ കാണുന്നുണ്ട്, അവിടെ സാത്താൻ ബാഹ്യമായിട്ട് നമുക്ക് നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്നെങ്കിലും നമ്മളിലും കൂടെ സഹകരിച്ചെങ്കിൽ മാത്രമേ, ആ ടെംപ്റ്റേഷനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമ്മളിൽ അത് വർക്ക് ചെയ്യുന്നുള്ളൂ. तो हम देखते हैं ईदन वाटिका में भी जब शैतान हमारे कार्य करते समय में मनुष्य में कार्य किया,
वो अभिलाषाओं को लेकर आया, वो परीक्षा लेने के लिए आया, परंतु उस परीक्षा में क्या हो गया, अगर हम भी उसके साथ सहमति होकर उसके में साथ रहेंगे तब हम लोग गिर जाते हैं, हम लोग पाप कर बैठते हैं। ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന വിവേചനം, ആ വിവേചനത്തിന്റെ ആത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ദൈവാത്മാവിന്റെ സഹായം നമ്മളിൽ ഉള്ളപ്പോൾ, പുറത്തുനിന്ന് വരുന്ന സാത്താന്റെ ടെംപ്ടേഷൻ എന്താണെന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ള ഡിസൈനിങ് പവർ ദൈവം രക്ഷിക്കപ്പെട്ട ദൈവങ്ങൾ കൊടുത്തിട്ടുണ്ട്. परंतु हर एक नया जन्म विश्वासियों को जब शैतान उसको परीक्षा लेते आते समय में वो सब बातों को परखने के लिए, उसको समझने के लिए परमेश्वर ने हम सबको एक सामर्थ्य दिया है आत्मा में। നമ്മളത് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. इब्रानियों को पुस्तक अध्याय 4 में जब हम पढ़ते हैं, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ വചനം നല്ലതുപോലെ ക്രിയ ചെയ്യുകയാണെങ്കിൽ अगर विश्वासी के വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തയെ, അത് ദൈവത്തിൽ നിന്നാണോ അല്ലെങ്കിൽ അത് വെളിയിൽ ബാഹ്യമായ ശക്തിയാണോ അതിനെ പ്രേരിപ്പിക്കുന്നതെന്ന് നമുക്ക് വിവേചിച്ച് നമ്മളെ അറിയിക്കുന്നു. एक विश्वासी के जीवन में जब प्रभु का वचन जब अच्छी रीति से गहराई में कार्य करते समय में वो विश्वासी के अंदर एक सामर्थ्य आता है, जिसके वजह से वो विश्वासी आत्मा में कार्य कर रहा है कि प्राण में कार्य कर रहा है क्या, ये दोनों बातों का विभाजन करके कौन सा किस में कार्य कर रहा है करके पहचानने के लिए सामर्थ्य मिलता है, उसे वो क्षमता मिलता है। നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ ദൈവത്തിന് അപ്പോൾ തന്നെ അറിയാം. परमेश्वर को हमारे हृदय का सारा विचार और भावनाएं वो अच्छी तरह से जानता है. അപ്പോൾ അത് ഏദൻ തോട്ടത്തിലുള്ള പരീക്ഷ എന്ന് പറയുന്നത് ജീവവൃക്ഷത്തിൽ നിന്ന് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു തിരിച്ചറിവിന്റെ കാര്യമായിരുന്നു. अभी जीवन जो ईदन वाटिका में जब जो परीक्षा का बात आया था, वो जीवन का वृक्ष के विषय में था और अच्छा बुरा ज्ञान का विषय का फल के विषय में था. എന്നാൽ ഇവിടെ പുതിയ നിയമത്തിൽ വിശ്വാസിയോടുള്ള ബന്ധത്തിൽ ദൈവഹിതമാണോ ദൈവഹിതം അല്ലയോ എന്നുള്ളതാണ് ടെസ്റ്റ് എന്നാണ് നമ്മൾ ശരിക്കും അത് തിരിച്ചറിയേണ്ടത്. परंतु एक विश्वासी के जीवन में, नए नियम में, आज का जीवन में हमें देखना है कि इसमें परमेश्वर की इच्छा क्या है, परमेश्वर की इच्छा क्या नहीं है, ये बात को दोनों में फर्क जानना, उसको जांच कर जानना जरूरी है. അപ്പൊ നമുക്ക് അതിനുള്ള ഒരു പരിജ്ഞാനം, ദൈവവചനം നല്ലതുപോലെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വചനത്തിലൂടെ നമുക്ക് അതിനെ വിവേചനം നൽകി തരും. तो इसके लिए इस विषय में पहचान में बढ़ने के लिए पवित्र आत्मा जब हमें मदद कब करता है, जब प्रभु का वचन का गहराई का बातें जब हमें जानने लगते हैं तब. അപ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് അതിന്റെ 3-ാം അധ്യായത്തിന് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള സാത്താന പരീക്ഷണമാണ്. हम लोग देखते हैं उत्पत्ति का पुस्तक 3रा अध्याय है, उसका 1 से जब हम पढ़ते समय में वहां पर शैतान आकर जब हव्वा को वो गिराने के लिए आते समय में वो शैतान की ओर से आया हुआ एक कार्य है जो मनुष्य को गिराया. അപ്പൊ മാതാവിന്റെ സ്ഥാനത്ത് യേശു കർത്താവ് വന്നപ്പോൾ കർത്താവിനെ ഈ രീതിയിൽ പരീക്ഷിക്കാനായിട്ട് സാത്താൻ ശ്രമിച്ചതായി നമ്മള് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. परंतु जिस रीति जैसा शैतान ने आदम को परीक्षा किया, उसी तरह शैतान ने आकर यीशु मसीह को भी परीक्षा लिया करके हम देखते हैं. वैसा आदम का अवस्था हुआ, वैसे ही शैतान ने प्रभु को भी उस आदम का स्थान में रखते हुए प्रभु को भी उसने परीक्षा लिया करके मत्ती का पुस्तक अध्याय 4 का 1 से जब पढ़ते समय में हम देखते हैं. അവിടെ വളരെ വ്യക്തമായിട്ടുണ്ട് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ. और वहां पर बहुत ही स्पष्ट रीति से 1 में हम पढ़ते हैं कि वो शैतान यानी कि इब्लीस के द्वारा परीक्षा लिया जाए. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയം മുഴുവനും ദൈവത്തിന്റെ വചനമായതുകൊണ്ടും കർത്താവിൽ ജഡം അല്ലെങ്കിൽ പാപമില്ലാത്തത് കൊണ്ടും കർത്താവ് വചനം കൊണ്ട് സാത്താനെ സമ്പൂർണ്ണമായി തോൽപ്പിച്ചു. परंतु प्रभु यीशु मसीह के जीवन में देखते समय में पूर्ण रीति से आत्मा का नियंत्रण से भरे हुए रहने की वजह से और शारीरिक स्वभाव उनके अंदर नहीं है, यानी कि पाप करने का विषय उनके अंदर नहीं होने की वजह से वचन के सामर्थ्य से वो जीत पाया. നമ്മളെ സംബന്ധിച്ചും നമ്മള് വചനത്തിൽ പക്വത പ്രാപിച്ചിട്ട് നമ്മള് പൂർണ്ണരായി തീരുന്ന അല്ലെങ്കിൽ വചനം നിറഞ്ഞ് ഹൃദയം മുഴുവനും വചനം കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് ഇത് സാധിക്കുന്ന വിഷയ നിലയിലാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. और हमारे विषय में देखा जाए तो हमारे विषय में भी जब वचन का पूर्णता से हम लोग जब भर जाते समय में उस पक्वता मैच्योरिटी में जब हम पहुंचते हैं तो हम भी ये अवस्था में हम लोग कार्य कर सकते हैं करके वचन हमें सिखाता है. നമ്മള് 1 യോഹന്നാൻ 2-ാം അധ്യായം हम लोग पहला यूहन्ना उसका 2रा अध्याय 14-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ദാസൻ എഴുതിയിരിക്കുന്ന ഒരു വചനമുണ്ട്. उसका 14वां वाक्य में प्रभु का दास ने वाक्य इस रीति से लिखा है. അവിടെ പിതാക്കന്മാരെ വളരെ മെച്യൂർ ആയിരിക്കുന്ന ദൈവദാസന്മാരെ उद्देश्य വായിക്കുകയാണ്. पितरों करके बोलते समय में जो मेच्योर्ड विश्वासी लोगों के बारे में बोला गया है.
നിങ്ങൾ ആദിമുലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. और मैं तुम्हें इसलिए लिख रहा हूँ कि तुम आदि से तुम इस बातों को जानते हो. അത് 1-ാം അധ്യായത്തിലുണ്ട്. ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടു. യേശു ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് അത് പറയുന്നത്. और ये आदि से जो बातें हैं हम लोग पहला अध्याय में पहला वाक्य से हम पढ़ते हैं, हम देखते हैं आदि से हमने जो देखा सुना हमने स्पर्श किया, यानी यीशु मसीह के बारे में है, जीवन का वचन के बारे में है. എന്നാൽ യൂത്ത് ആയിരിക്കുന്ന സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ ദേവദാസൻ പറയുകയാണ്, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും. परंतु जो जवान लोग हैं, जो जवान लोगों के बारे में वहां पर क्या कहता है कि तुम लोग बलवंत हो, ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും, और परमेश्वर का वचन तुम में बना रहता है, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും, और तुम उस दुष्ट पर जय पाए हो. അപ്പം സാത്താന്റെ പരീക്ഷകളിൽ നിന്നും ജയിക്കാൻ കഴിയുന്ന നിലയിൽ ഈ അന്നത്തെ അല്ലെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലന്റെ കാലത്തുള്ള യൗവനക്കാർക്ക് കഴിഞ്ഞു എന്നുള്ളത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. तो उस समय में हम देखते हैं कि यूहन्ना के समय में जो युवक लोग हैं, जो जवान लोग हैं, उन लोगों को प्रभु का वचन के सामर्थ्य से शैतान पर, दुष्ट पर वो लोग जय पाने का अवस्था उनको था. ये बात का एक बहुत ही आशीषमय कार्य था उन दिनों में विश्वासियों के लिए. അപ്പോൾ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിനെ ക്രിസ്തുവിൽ നിന്നും വേർതിരിക്കുക എന്നുള്ളതാണ് സാത്താന്റെ പരീക്ഷ. शैतान का सबसे बड़ा परीक्षा इस बात पर है कि हमें किसी तरीके से हमारा मन को मसीह की ओर से जो सीधाईपन से उसके मन से हटा दे. നമ്മളെ കർത്താവിൽ നിന്നും ഒരുപക്ഷെ സഭയിലെ നടത്തിപ്പുകാരിലേക്കോ അല്ലെങ്കിൽ സഭ നടത്തിവരെയൊക്കെയോ ശ്രദ്ധിക്കാനായിട്ട് മനസ്സ് തിരിഞ്ഞു കഴിയുമ്പോൾ സാത്താന്റെ പരീക്ഷയിൽ നമ്മൾ അകപ്പെട്ടു പോകും. बहुत बार हम लोग प्रभु के कलीसिया के लोगों को जब हम देखते समय में ये लोग कैसा कलीसिया चला रहा है, अध्यक्ष लोग कैसा है, ये सब बातों में जब हमारा मन फोकस हो जाता है तो क्या हो जाता है, शैतान हमारा मन को कब्जा कर लेता है. അല്ലെങ്കിൽ നമ്മളെ ഉപദേശപരമായ വിഷയത്തിലുള്ള വാഗ്വാദങ്ങള് എവിടെ ക്രിസ്തുവിൽ നിന്നും മനസ്സ് വേർപെട്ട് നമ്മളെ മനസ്സ് മാറി കഴിയുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് സാത്താനാൽ എൻഗാങ്കിളാക്കപ്പെട്ട് നമ്മൾ പരീക്ഷിക്കപ്പെടും. या फिर जब भी हम लोग वचन के विषय में, उपदेश के विषय में आते समय में जहां पर भी हमें तर्क करने का मन होते समय में प्रभु का वो खरा मन से हम हट जाते हैं, मसीह का नियंत्रण से हट जाता है, तो शैतान फिर आसानी से हमें कब्जा कर लेता है. അപ്പൊ കൊരിന്ത്യ വിശ്വാസികളെ സാത്താൻ വചനം കൊണ്ട് തന്നെ, സുവിശേഷം കൊണ്ട് തന്നെ സാത്താന് വലയിൽ വീഴിക്കുന്ന ഒരു നിലയിൽ പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. तो इसके लिए वहां पर हम देखते हैं कि कोरिन्थिया कलीसिया का दशा अवस्था क्या हो गया कि सुसमाचार के द्वारा ही कोरिन्थिया कलीसिया के विश्वासियों को कब्जा करने के लिए शैतान सुसमाचार का इस्तेमाल किया. നമ്മള് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അത് വായിക്കുന്നു. हम लोग दूसरा कोरिन्थिया 11 का 4 जब पढ़ते समय में हम देखते हैं അവിടെ എന്താ വായിക്കുന്നത്? ഞങ്ങൾ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പോൾ വേദപുസ്തകപരമായിട്ടുള്ള സുവിശേഷം അല്ലാതെ വളരെ ആകർഷണീയമായ ഒരു സുവിശേഷം പറയുമ്പോൾ അത് സുവിശേഷത്തിലേക്ക് നമ്മുടെ ആ സുവിശേഷത്തിലേക്ക് മനസ്സ് തിരിയുമ്പോൾ സാത്താന്റെ പരീക്ഷയിൽ അകപ്പെട്ടു പോവുകയാണ്. बाकी 4 पढ़ना. यदि कोई तुम्हारे पास आकर किसी दूसरे यीशु को प्रचार करे जिसका प्रचार हमने नहीं किया, या कोई और आत्मा तुम्हें मिले जो पहले न मिला था, या और कोई सुसमाचार जिसे तुमने पहले न माना था, तो तुम्हारा सहना ठीक होता. तो वहां पर देखो, वहां पर तो प्रभु शैतान बहुत कोशिश ऐसा अवस्था लाता है विश्वासियों के जीवन में, जो ऐसा सुसमाचार लाएगा जो मसीह से विपरीत है, जो हमने आदि से जो प्रभु की ओर से आया है उसके विपरीत एक सुसमाचार शैतान लाकर विश्वासियों को बहकाने का कोशिश करेगा. അപ്പോൾ പൗലോസിന്റെ സമയത്ത് ചില യഹൂദന്മാർ വന്നിട്ട് സുവിശേഷത്തിൽ തന്നെ ആകർഷണീയമായ രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഗലാത്യയിലുള്ള വിശ്വാസികൾ അതിലേക്ക് തിരിഞ്ഞതായിട്ട് കാണുന്നത്. നമുക്ക് ഗലാത്യ ലേഖനം 1-ാം അധ്യായം हम लोग देखते हैं पौलुस के समय में क्या हो गया, जब सुसमाचार के विषय में आते समय में कुछ यहूदी लोगों ने क्या किया, सुसमाचार को आकर्षण करते हुए प्रभु का सुसमाचार से अलग होकर एक अन्य सुसमाचार लाकर गलती लोगों को भटकाने का अवस्था में लाया. गलती का पुस्तक അതിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം 1:6 में हम पढ़ते हैं. पढ़े. मुझे आश्चर्य होता है कि जिसने तुम्हें मसीह के अनुग्रह से बुलाया उससे तुम इतनी जल्दी फिरकर और ही प्रकार का सुसमाचार की ओर झुकने लगे. അപ്പോൾ നമ്മള് വേദപുസ്തകത്തിന്റെ കാതലായ മർമ്മം പൗലോസിനാണ് വെളിപ്പെട്ടത്. तो इसके लिए हम देखते हैं कि प्रभु का वचन का जो सबसे जरूरी बात का जो विषय जो सुसमाचार में वो पौलोस को समझा था. പത്രോസൊക്കെ പ്രസംഗിച്ചപ്പോൾ
ഈ യേശു മശികയാണെന്ന് വിശ്വസിച്ചാൽ മതിയായിരുന്നു. കാരണം അവർക്ക് കർത്താവ് ഈ മശിക മരിക്കുന്ന കാര്യമൊക്കെ അവർക്ക് പഴയ നിയമത്തിലുള്ളത് കൊണ്ട് ഈ മശികയാണ്, ഈ യേശുവാണ് ഈ മശികയെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. എന്നാൽ പൗലോസിന്റെ പ്രസംഗം എന്ന് പറയുമ്പോൾ ജാതികളുള്ള ബന്ധത്തിലായതുകൊണ്ട് ക്രൂശ് നല്ലതുപോലെ വ്യക്തമാക്കിയുള്ള സുവിശേഷമായിരുന്നു. तो इस पत्रोस जब सुसमाचार बांटते समय में हम देखते हैं वो अधिकतर यहूदियों के बीच में वो प्रचार करता था, इसलिए यहूदियों के बीच में मसीहा कौन है ये बात का पहचान जानना बहुत जरूरी था। इसलिए पत्रोस जब भी प्रचार करते समय में ये यीशु मसीह ही सच्चा मसीहा है और वो आकर मरा और वो कार्य किया है करके इस तरह पुराने नियम से बातों को लेकर मसीहा को जोड़कर वो लोग पत्रोस बोलकर कार्य करता था। परंतु पौलुस जब सुसमाचार बांटते समय में वो तो अन्य जातियों के बीच में सुसमाचार बांट रहा था, इसलिए क्रूस का संदेश देना बहुत ही जरूरी था। അപ്പം ദൈവം ന്യായവിധിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പൗലോസ് പറഞ്ഞ സുവിശേഷമാണെന്ന് നമ്മൾ റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. हम लोग असले प्रभु जब न्याय करते आते समय में प्रभु हमारा पौलोस का सुसमाचार इस्तेमाल करेगा करके रोमियो का पुस्तक 2:16 पढ़ते समय में हम देख सकते हैं। അപ്പോൾ അത് പത്രോസിൽ കൂടിയും മറ്റ് അപ്പോസ്തലന്മാരുടെയും പറഞ്ഞുവെങ്കിൽ തന്നെയും അതിന്റെ ഒരു പൂർണ്ണ രൂപത്തിൽ എത്തിയത് പൗലോസിൽ കൂടിയാണ്, അതിന്റെ പൂർണ്ണ റെവലേഷൻ. यस, तो भले ही वो बाकी प्रेरित लोगों ने, अपोस्तल लोगों ने, बाकी लोगों ने भले ही वो बोला हो, परंतु वो पूर्णता और सच्चाई और अधिक क्लियरिटी और स्पष्टता पौलोस ने लाया था। നമുക്ക് റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാം. 2:16 पढ़ेंगे। जिस दिन परमेश्वर मेरे सुसमाचार के अनुसार यीशु मसीह के द्वारा मनुष्यों की गुप्त बातों का न्याय करेगा। അവിടെ വായിക്കുന്നത് എന്റെ സുവിശേഷം എന്ന് പൗലോസ് പറയുന്നുണ്ട്. वहां पर पौलोस देखो मेरा सुसमाचार के अनुसार करके वहां पर पौलोस कहता है। ഇതാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിച്ചത്. यही बात हमने गलतियों के पुस्तक में भी हमने पढ़ा था। അതായത് അതിന്റെ ഗലാത്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. गलतियों का पुस्तक 2:8 से जब हम पढ़ते हैं, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി. അപ്പോൾ പൗലോസിന്റെ സമയത്ത് സുവിശേഷത്തിന്റെ ക്ലിയർ ആയ ഒരു പൂർണ്ണ രൂപം വന്നിരുന്നു. അതിനുശേഷം മനുഷ്യൻ എന്തൊക്കെ സുവിശേഷം പറഞ്ഞാലും അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. तो इसके लिए पौलोस का समय में जब सुसमाचार का समय आते समय में उस सुसमाचार का स्पष्टता और भी क्लियरिटी पौलोस के समय में मिल चुका था, इसलिए उसके अलावा और कोई भी अन्य बातें सुसमाचार बोलेगा तो वो ग्रहण योग्य नहीं था। അപ്പോൾ ഇവിടെ വായിക്കുകയാണ്, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. तो इसलिए जब सुसमाचार बोलते समय में यदि स्वर्ग से अगर एक स्वर्गदूत ने भी आकर तुमको अगर एक अन्य सुसमाचार बोला तो वो श्रापित रहेगा। പിന്നെ 9-ാം വാക്യത്തിൽ ആ വാക്യം തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു. और फिर 9वां वाक्य में वो फिर से वो बोल रहा है। അപ്പോൾ പൗലോസ് പറഞ്ഞ സുവിശേഷത്തിന് എതിരെ അല്ലെങ്കിൽ അതിന്റെ സാധ്യത കുറച്ചുകൊണ്ട് സുവിശേഷത്തെ ലഘുവായി എടുത്ത് വേറെ എന്തെങ്കിലും പുതിയ ആശയങ്ങൾ ചേർത്ത് അട്രാക്റ്റീവായിട്ട് പറയുമ്പോൾ സാത്താന്റെ പരീക്ഷയിൽ അങ്ങനെയുള്ളവർ അകപ്പെട്ടു പോവുകയാണ്. तो इसके लिए जो पौलोस ने जो सुसमाचार बोला उसका सामर्थ्य को कम करके उन दिनों में यहूदी लोगों ने वो क्रूस का संदेश को छोड़कर अन्य बातों को जैसा जो मनुष्य को आकर्षण कर सके और प्रभु से दूर ले जा सके, ऐसा बातें उन दिनों में होता था। അതിന് അപ്പോൾ അവരങ്ങനെ പോകാൻ കാര്യം എന്താണ്? और ये सब बातें होने का कारण क्या था? അവരെ ക്രിസ്തുവിനേക്കാൾ അധികം മറ്റുള്ളവരുടെ വചനം സ്വീകരിക്കാനായിട്ട് തുടങ്ങി. അതാണ് നമ്മള് 2 കൊരിന്ത്യർ 11-ന്റെ 3-ാം വാക്യം. तो वो क्या हो गया था, वो उन लोगों ने सुसमाचार को छोड़कर व्यक्तियों को लोग स्थान देने लगे, जिसके वजह से वो ये सारा विषय अवस्था आ गया। അതിന്റെ 2 കൊരിന്ത്യർ 11-ന്റെ 3-ാം വാക്യം. दूसरा कोरिन्थी 11:3 में हम पढ़ते हैं। നമ്മൾ നേരത്തെ അത് ചിന്തിച്ചതാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പറഞ്ഞ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം കുറച്ചുകൊണ്ടോ ഒരു സുവിശേഷം സാത്താൻ അവരോട് പറഞ്ഞപ്പോൾ അവരത് സ്വീകരിച്ചതാണ് അവിടെ സാത്താന്റെ പരീക്ഷ. वहां पर देखो हमने ये बात पहले उत्पत्ति में हमने देखा था कि आदम और हव्वा का गिरने का कारण क्या था कि परमेश्वर ने जो बातें उनको बोलकर रखा था, जो आज्ञा दिया था, उसमें से शैतान ने कुछ बातें मिला जुला कर उसने अपना वर्जन का सुसमाचार बोलकर, और ये बात जब आदम हव्वा ने विश्वास किया जिसकी वजह से मनुष्य पाप में गिर गया। അപ്പോൾ നമുക്ക് അതിന്റെ 3-ാം വാക്യം വായിക്കാം. वाक्य 3 पढ़े। परंतु मैं डरता हूँ कि जैसे सांप ने अपनी चतुराई से हवा को बहकाया, वैसे ही तुम्हारे मन उस सिधाई और पवित्रता से जो मसीह के साथ होनी चाहिए कहीं भ्रष्ट न किए जाए। അപ്പോൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത ഒരു വ്യക്തിക്ക് നഷ്ടമാകുമ്പോൾ അല്ലെങ്കിൽ അവന്റെ മൈൻഡ് ക്രിസ്തുവിനോട് ഏകാഗ്രമായി ഇരിക്കാത്തപ്പോൾ അതിൽ നിന്നും മനസ്സിനെ
വചനത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു സുവിശേഷത്തിലേക്ക് തിരിക്കുമ്പോൾ സാത്താന്റെ പരീക്ഷയിൽ അങ്ങനെയുള്ളവർ അകപ്പെട്ടു പോകുന്നു. तो शैतान का परीक्षा में कौन पढ़ते हैं? जो जो जिसको जो प्रभु का वचन का जो सीधाई था और पवित्रता ही था, उससे हमारा मन बहका कर प्रभु से दूर ले जाने का अवस्था को हम कहते हैं कि शैतान का परीक्षा में गिरना. നമ്മൾ ഈ കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ്. और इसलिए इस विषय में हमें इस विषय में जागरूक होना बहुत जरूरी है. ഹലോ, യെസ് യെസ് കേൾക്കുന്നുണ്ട്, പറഞ്ഞോ പറഞ്ഞോ. ഹലോ. ഇനി നമുക്ക് ഈ കാര്യം ഒന്നും കൂടെ നമുക്ക് ചിന്തിക്കാം. അതിന് മുമ്പായിട്ട് ദൈവത്തിന്റെ ടെസ്റ്റ് എന്താണെന്നും കൂടെ നോക്കാം. इस विषय में और आगे बढ़ने से पहले हम लोग यीशु बस परमेश्वर की ओर से जो परखा जाने का अवस्था है वो क्या है वो भी हम देखते हैं. ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ ട്രയലിൽ കൂടെ വിടുന്നതിനും പരീക്ഷ എന്നാണ് മലയാളം ബൈബിളിൽ ഉള്ളത്. हम लोग जब परमेश्वर भी जब हमको परखते हैं करके शब्द बोलते समय में कोई जगह पर भाषांतर में उसको परीक्षा करके लिखा गया है. നമുക്ക് അതായത് യാക്കോബിന്റെ ലേഖനം 1:12 വാക്യം, हम लोग याकूब का पुस्तक 1:12 में जब हम पढ़ते समय में हम देखते हैं, धन्य है वे मनुष्य जो परमेश्वर जो परीक्षा में स्थिर रहता है. ഈ പരീക്ഷ അവിടെ പരീക്ഷയല്ല, ദൈവത്തിന്റെ ട്രയൽ ആണ് അവിടെ. കാരണം तो यहाँ पर जो परीक्षा लिखा गया है ये दरअसल वो शैतान का परीक्षा नहीं है बल्कि परमेश्वर का ओर का परीक्षा है. और यहाँ पर शब्द परखना करके आना चाहिए. അതിന് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. और इसके लिए परमेश्वर का एक बहुत बड़ा उद्देश्य है. അവരെ കൊള്ളാവുന്നവരായി തെളിയിക്കാൻ വേണ്ടിയും പിന്നെ അവർക്ക് ജീവന കിരീടം കൊടുക്കാൻ വേണ്ടിയും ദൈവം അനുവദിക്കുന്ന ചില ട്രയലാണത്. और ये परखा क्यों प्रभु परमेश्वर मनुष्य को परखता है ताकि वो लोग खरा निकल सके और जीवन का मुकुट वो लोग पा सके. इस सब विषय के लिए प्रभु मनुष्य को विश्वासियों को परखता है. എന്നാൽ അതിന്റെ 13-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മളെ യാക്കോബിന്റെ 1:13 പരീക്ഷിക്കപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ. इसलिए वाक्य 13 जब हम पढ़ते समय में वापस स्पष्ट रीति से लिखा है जब किसी की परीक्षा हो वो कभी ये ना कहना कि वो परमेश्वर की ओर से परीक्षा है. यानी कि जब शैतान आकर तुम्हारा परीक्षा करेगा ऐसा कभी नहीं बोलना कि परमेश्वर तुम्हारा परीक्षा लिया है. ഇവിടെ സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. इसलिए जब जो कोई भी शैतान की ओर से परीक्षा किया जाता है वो व्यक्ति कभी ना बोले कि परमेश्वर ने मेरा परीक्षा किया है. നമുക്ക് തിരിച്ചറിയാൻ കഴിവില്ലാതെ വരുമ്പോൾ ചിലപ്പോൾ ആത്മീയരാണെങ്കിൽ പോലും സാത്താൻ കൊണ്ടുവന്ന പരീക്ഷ ദൈവത്തിന്റെ പരീക്ഷയായിട്ട് ട്രയലായിട്ട് എടുക്കുന്നത് കൊണ്ട് പല അബദ്ധങ്ങളും ഉണ്ടാവും. ऐसा क्यों होता है? विश्वासी आत्मिक जीवन में जब उसका बढ़ोतरी होते समय में वो परखने को हो नहीं पाता, पहचानने को हो नहीं पाता कि शैतान मेरा परीक्षा ले रहा है या परमेश्वर मुझे परख रहा है करके. ये दोनों का विभाजन करना नहीं होने की वजह से कितना भी बड़ा अच्छा विश्वासी क्यों ना हो वो गिर सकता है. ദൈവത്തിനോ പരിശുദ്ധാത്മാവിനോ ദൈവത്തിന്റെ ദൂതന്മാർക്കോ ഒരിക്കലും മനുഷ്യനെ പരീക്ഷിക്കാനായിട്ട് അവരെ പരീക്ഷിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. കാരണം ദൈവം മനുഷ്യനെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. इसके लिए परमेश्वर हो या पवित्र आत्मा हो या स्वर्गदूत हो वो लोग कभी भी मनुष्य को परीक्षा नहीं करता, क्योंकि परमेश्वर एक ऐसा व्यक्ति नहीं है कि मनुष्य को बुराई करके उनका परीक्षा कर फिर उनके साथ देखेगा क्या होता है. ऐसा नहीं कराएगा. നമുക്ക് ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ നോക്കാം. उसके लिए एक अच्छा उदाहरण हम देख सकते हैं पुराने नियम में. 1 രാജാക്കന്മാർ അതിന്റെ 22-ാം അധ്യായം 20-ാം വാക്യത്തിൽ पहला राजा 22 में हम पढ़ते हैं ആഹാബിനെ മരണത്തിലേക്ക് നയിക്കാനുള്ള ഒരു യുദ്ധത്തിന്റെ പ്രേരണ ഉണ്ടാകുന്ന ഒരു വിഷയം നമ്മൾ വായിക്കുന്നുണ്ട്. अहाब को वहां पर एक युद्ध के द्वारा मृत्यु की ओर ले जाने का अवस्था आता है करके हम देखते हैं. അവിടെ അതുപോലെ കർത്താവ് അവിടെ ന്യായാസനത്തിൽ ഇരുന്ന് ദൂതന്മാരെല്ലാം ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് നമ്മളവിടെ അതിന്റെ 22-ാം അധ്യായം 19-ാം വാക്യം മുതൽ വായിക്കുമ്പോഴുണ്ട്. वहां पर हम देखते हैं परमेश्वर वहां पर सिंहासन की ओर बैठकर वहां पर स्वर्गदूत लोग भी वहां पर बीच में है और वहां पर प्रभु कार्य करने के लिए वहां पर देखते हैं. तो उसको 19वां वाक्य से पढ़ते समय में ये बात को हम देख सकते हैं. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ ഇടത്തും വലത്തും നിൽക്കുന്നതും കണ്ടു. ആഹാബ് അതിന്റെ 20-ാം വാക്യം, ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ വെച്ച് പട്ടുപോകത്തക്കവണ്ണം ആർ വശീകരിക്കും എന്ന് യഹോവ ചോദിച്ചു. അവിടെ വശീകരിക്കുക കാരണം അവനെ എൻഗേജ് ചെയ്ത് അവന്റെ മനസ്സിനെ ഒരു പ്രത്യേക നിലയിലുള്ള വശീകരണത്തിലേക്ക് പരീക്ഷിക്കേണ്ടതിന് ആർക്ക് കഴിയും?
उसका 19-20 पढ़ना जल्दी। मिखाया ने कहा, इस कारण तू यहोवा का यह वचन सुन, मुझे सिंहासन पर विराजमान यहोवा और उसके पास दाहिने बाएं खड़ी हुई स्वर्ग की समस्त सेना दिखाई दी है। तब यहोवा ने पूछा, अहाब को कौन ऐसा बहकाएगा कि वह गिलाद के राहों पर चढ़ाई करके खेत आए? तब किसी तो बस तो वहां पर देखो, वहां पर परमेश्वर वहां पर पूछ रहा है कि हमारे बीच में ऐसा कोई है क्या जो अहाब को बहका सके। यानी कि परमेश्वर ये पूछ रहा है कि ऐसा कोई है क्या जो बहका कर उसको गिरा सकता है करके। അപ്പൊ ദൈവത്തിന്റെ ദൂതന്മാര്, നല്ല ദൂതന്മാര് പല അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് കഴിയത്തില്ല, കാരണം നിങ്ങൾ നല്ല ദൂതന്മാരാണ്, നിങ്ങളെ മറ്റുള്ളവരെ വശീകരിക്കാൻ കഴിയത്തില്ല. അപ്പോഴാണ് നമ്മൾ 21 വാക്യത്തിൽ എന്നാൽ ഒരു ആത്മാവ് മുമ്പോട്ട് വന്നു, നിങ്ങൾ വായിക്കും, ഒരു ഈവിൾ സ്പിരിറ്റ് മുമ്പോട്ട് വന്നു. तो वहां पर एक एक स्वर्गदूत लोग वो लोग बोलने लगे कि हम ऐसा कर सकते हैं, वैसा कर सकते हैं। बोलते समय में परमेश्वर बोला कि ये तुमसे नहीं हो सकता, ये ऐसा कार्य करने के लिए। ऐसा जब ये बात, क्योंकि तुम लोग अच्छे स्वर्गदूत हो, ये बात तुम लोग नहीं कर सकते। उसके बाद 21वां वाक्य में वहां पर हम देखते हैं कि एक आत्मा वहां पर आता है। ये एक दुष्ट आत्मा है जो परमेश्वर की उपस्थिति में आता है और वो कहता है, അപ്പോൾ അതിന്റെ 21 വാക്യത്തിൽ അതുണ്ട്, ഞാൻ അവനെ വശീകരിക്കൂ എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ ചോദിച്ചതിന്, ഞാൻ പുറപ്പെട്ട അവന്റെ സകല പ്രവാചകരുടെ വായിൽ ഫോഷ്കിന്റെ ആത്മാവ്, ഒരു ആത്മാവ് 400 പ്രവാചകന്മാരിൽ ഒരേ സമയത്ത് ഫോഷ്കിന്റെ ആത്മാവായി തീരുകയാണ്. उसका 21-22 पढ़ना। निदान एक आत्मा पास आकर यहोवा के सम्मुख खड़ी हुई और कहने लगी, मैं उसको बहकाऊंगी। यहोवा ने पूछा, किस उपाय से? उसने कहा, मैं जाकर उसके सब भविष्यवक्ताओं में बैठकर उनमें झूठ बुलवाऊंगी। हाँ, तो वहां पर उस समय में 400 भविष्यवक्ताएं था। तो ये दुष्ट आत्माओं के पास, ये दुष्ट आत्मा सिंगल एक अकेला दुष्ट आत्मा के पास इतना सामर्थ है कि 400 भविष्यवक्ताओं को कब्जा करके झूठ बोलने का विषय का सामर्थ, उसको गिराने का सामर्थ था। അപ്പൊ ദുരാത്മാക്കൾ ഫോഷ്ക് പറഞ്ഞാണ് മനുഷ്യ ഹൃദയങ്ങളെ വശീകരിക്കുന്നത്. ഫോഷ്ക് പറയുക എന്ന് പറഞ്ഞാൽ സത്യം ഒരു നാളും അവർ പറയത്തില്ല. तो इसके लिए दुष्ट आत्माएं जो है वो लोग हमेशा मनुष्य को गिराने के लिए आते समय में वो हमेशा झूठ बोलकर या झूठ का कार्य कर है मनुष्य को गिराने का कोशिश करता है। कभी भी सत्य नहीं बोलता वो लोग। അവിടെ കർത്താവ് സാത്താനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ സാത്താൻ എന്തെങ്കിലും പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, കാരണം ഫോഷ്ക് പറയുന്നു. അപ്പൊ ഫോഷ്ക് പറഞ്ഞാണ് മനുഷ്യ ഹൃദയത്തെ വഞ്ചിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലോകത്തെയും ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫോഷ്കാണ്. इसलिए शैतान के विषय में जब प्रभु बोलते समय में यूहन्ना का पुस्तक 8:44 में जब पढ़ते समय में वहां पर अब देखो, जब शैतान जब वह झूठ बोलता है, यानी शैतान जब वो झूठ बोलता है वो अपने स्वभाव से बोलता है, वो नहीं कि अपने से बोलता है, क्योंकि वो झूठ बोलने का पिता है। इस तरह शैतान हमेशा झूठ बोलकर ही कार्य करता है। അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു തോന്നൽ ഉണ്ടായാൽ ഉടനെ അത് ദൈവം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് എടുത്തു ചാടാതെ നമ്മൾ വചനം പരിശോധിച്ച് സത്യമാണോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. तो इसके लिए हमारे हृदय में जब भी कोई विचार आते समय में जल्दबाजी करते हुए ऐसा नहीं बोलना, अरे ये परमेश्वर ने बोला है क्या, ऐसा बोलकर जल्दबाजी कभी नहीं करना, परंतु हमेशा वचन के पास आकर अपने आप को नम्र करके परमेश्वर की उपस्थिति में समर्पण करना है और हमें उसको जांचना और परखना है क्या ये प्रभु की ओर से है कि नहीं। അതുപോലെ നമ്മളെ 1 ദിനവൃത്താന്തം 21:1 അത് വായിക്കണ്ട. इसलिए पहला इतिहास 21:1 में हम देखते हैं എണ്ണി നോക്കാനായിട്ട് സാത്താൻ അവനെ മനസ്സിനെ പ്രേരിപ്പിച്ചു വായിക്കുന്നുണ്ട്. पहला इतिहास 21:1 में हम पढ़ते समय में वहां पर देखो शैतान दाऊद को इस्तेमाल करता है किस तरह अपने सेनाओं का संख्या को गिनने के विषय में के लिए वहां पर उसको परीक्षा करता है। उसको शैतान को दाऊद उसको इस्तेमाल करता है, शैतान दाऊद को, कि लोगों का मन को अपना सेना को गिनने के लिए। അപ്പോൾ ദാവീദ് അത് ചെയ്തതുകൊണ്ടുണ്ടായ ഭവിഷ്യത്തുകൾ പിന്നീട് നമ്മൾ കാണുന്നു. और फिर हम नीचे पढ़ते समय में दाऊद ने ये गलती करने की वजह से उसका वहां पर इस्राएलियों के बीच में बहुत बड़ा विपत्ति आया। എന്നാൽ ദൈവം നമുക്ക് ട്രയൽ തരുമ്പോൾ, परंतु परमेश्वर जब हमें परखता है നമ്മളെ പരീക്ഷിക്കുകയല്ല, वो हमारा परीक्षा नहीं लेता, നമ്മളെ നന്മയിലേക്ക് നയിക്കാൻ, നമ്മുടെ വിശ്വാസത്തിന്റെ ശോധന അത് വിലയേറിയ പൊന്നിനേക്കാൾ വിലപ്പെട്ടതാണെന്ന് കാണിക്കാനായിട്ട് നമ്മളെ കർത്താവ് പലപ്പോഴും परंतु शैतान हमेशा क्या करता है, वो हमेशा हमें प्रभु की ओर, हमें हमारे भलाई बातों के लिए करने के लिए, हमें जो हर विश्वासियों के जीवन में भलाई उत्पन्न होने के लिए हमारा विश्वास को आग से परखता है, वो हमें जांचता है ताकि हम लोग और उत्तम पदवी में पहुंच सके। നമ്മുടെ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇസാക്കിനെ യാഗം അർപ്പിക്കാനായിട്ട് ദൈവത്തിന്റെ വശത്തു നിന്ന് ഒരു ട്രയൽ ഉണ്ടായി.
हम लोग देख उत्पत्ति का पुस्तक 22 में पढ़ते समय में परमेश्वर अब्राहम को परखता है. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പരീക്ഷിക്കുക എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ആ അർത്ഥത്തിലല്ല. परंतु हम लोग पढ़ते समय में परीक्षा लिया है करके वहां पर हम पढ़ने को होता है, परंतु वो परीक्षा वहां पर परमेश्वर परख रहा था, शैतान का परीक्षा नहीं है वो. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. അതായത് നമ്മളെ യാക്കോബിന്റെ ലേഖനത്തിൽ, അതായത് ട്രയലിൽ കൂടെ പോകുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം നീതിയുടെ ജീവന്റെ കിരീടം അവന് ലഭിക്കും. അപ്പൊ ആ രീതിയിലുള്ള ഒരു ടെസ്റ്റാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. तो इसके लिए हमने याकूब का पुस्तक 1:12 में जब हम पढ़ते समय में हमने देखा, धन्य है वे मनुष्य जो परखा जाने पर स्थिर होता है. परीक्षा नहीं बल्कि परखा जाने पर स्थिर होता है, क्योंकि वो खरा निकलकर जीवन का वो मुकुट वो पाएगा. यही अवस्था, ये परखने का अवस्था परमेश्वर ने अब्राहम के जीवन में किया था. അബ്രഹാം അങ്ങനെ ചെയ്തത് കൊണ്ട് അവനെ ജാതികളുടെ പിതാവായി, അവൻ വിശ്വാസത്തിന്റെ പിതാവായും അവനെ ജാതികൾക്ക് വരെ രക്ഷ കിട്ടുന്ന രീതിയിൽ ആ ഇസാക്കിനെ യാഗം അർപ്പിച്ചതിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. और क्योंकि अब्राहम ने ये बात को वो सुना और वो माना, और वैसा करने की वजह से क्या हो गया, उसको एक आशीष मिला, जिसके वजह से उसका वंश के द्वारा अन्य जाति को भी आशीष मिल सके. ये बात का अवस्था में होने के लिए प्रभु ने किया, जिसकी वजह से वो विश्वासियों का पिता कहलाया गया. അപ്പോൾ ദൈവത്തിന്റെ വശത്തു നിന്ന് ഉണ്ടാകുന്ന ഈ ട്രയല് അത് യേശു ക്രിസ്തുവിനും ഉണ്ടായിരുന്നു. इसलिए और इस तरह जिस तरह പിന്നെ പറയാം, അതായത് അബ്രഹാമിന് ഉണ്ടായ ആ ട്രയല് പോലെ യേശു ക്രിസ്തുവിനും പിതാവിൽ നിന്നും ട്രയൽ ഉണ്ടായി. जिस तरह अब्राहम को परमेश्वर ने परखा, उसी तरह परमेश्वर ने यीशु को भी परखा. നമ്മള് ലൂക്കോസ് സുവിശേഷം അതിന്റെ 22 അധ്യായം 28 വാക്യം, लूका का पुस्तक 22:28 में आप पढ़ते हैं. लूक 22:28 पढ़े. परंतु तुम वह हो जो मेरी परीक्षाओं में लगातार मेरे साथ रहे, और जैसे मेरे पिता ने मेरे लिए एक राज्य ठहराया. ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, എന്റെ പരീക്ഷകളിൽ, ആ പരീക്ഷ നിർദ്ദേശിക്കുക ഏതാണ്? സാത്താൻ കൊണ്ടുവന്ന പരീക്ഷയല്ല. तो वहां पर देखो, प्रभु वहां पर बोलते समय में कि परंतु तुम वो है जो मेरे परीक्षाओं में लगातार मेरे साथ हो. ये परीक्षा बोलते समय में शैतान लाया हुआ परीक्षा का बात नहीं है, बल्कि परमेश्वर जो कार्य करता है, जो परखने का अवस्था है, उसके विषय में कह रहा है. കർത്താവ് പല ട്രയലിലൂടെ കടന്നു പോയപ്പോൾ ശിഷ്യന്മാർ അവനോട് കൂടെ നിന്നു. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളാണ് എന്റെ പരീക്ഷയിൽ എന്നോട് നിന്നവർ. जब प्रभु बार परमेश्वर यीशु को जब परखते जा रहा था, वो सारा परखने के अवस्थे में चेले लोग प्रभु के साथ थे. इसलिए प्रभु कह रहा है कि मेरे सारा परखा जाने के अवस्थे में हे चेले, तुम लोग मेरे साथ थे. നമ്മൾ ഒരു വാക്യം വായിക്കാം. और एक वाक्य पढ़ेंगे. അതായത് നമ്മള് യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാ का सुसमाचार 11 അധ്യായത്തിന്റെ 16 വാക്യം, 11:16 में हम पढ़ते हैं. യോഹന്നാന്റെ സുവിശേഷം 11:16. 11:16 में हम देखते हैं. पढ़े. तब थोमा ने, जो दिदुमुस कहलाता है, अपने साथ के चेलों से कहा, आओ हम भी उसके साथ मरने को चले. എന്ന് പറഞ്ഞാൽ അവിടെ കർത്താവിനോട് കൂടെ മരിക്കാൻ തയ്യാറായ രീതിയിലുള്ള കഷ്ടങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായതിനെ കുറിച്ചാണ് അവിടെ ദീദിമോസ് എന്ന് പറയുന്ന തോമസ് പറയുക. यानी कि क्या, प्रभु जिस तरह प्रभु के साथ अगर चलने के वजह से अगर हमें मरना भी पड़ेगा, उस अवस्थे का मनो अवस्था को वहां पर ये तोबा जो दिदिमोस था वो कह रहा है. അപ്പൊ ദൈവത്തിന്റെ ട്രയലും സാത്താന്റെ പരീക്ഷയും തമ്മിൽ നമ്മൾ വേർതിരിച്ചറിയണം. इसलिए परमेश्वर की ओर से परखा जाना और शैतान के और के हाथ से आने वाला परीक्षा, ये दोनों को विभिन्न करके अलग अलग करके हमें अलग है करके जानना जरूरी है. നമ്മളെ കർത്താവ് ട്രയൽ കൂടെ വിടുമ്പോഴാണ് സാത്താൻ പരീക്ഷയുമായിട്ട് വരുന്നത്. हम लोग जब परमेश्वर जब हमें परखने के लिए एक एक अवस्थे से लेकर जाते समय में, तब शैतान हमको उसमें परीक्षा लाता है ताकि हम लोग गिर सके. നമുക്ക് കർത്താവിന്റെ അനുഭവത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. हम लोग प्रभु का अनुभव से एक वाक्य पढ़ेंगे. നമ്മള് ലൂക്കോസ് സുവിശേഷം 4 അധ്യായം 2 വാക്യം, लूका 4:2 में हम पढ़ते हैं. നമ്മൾ നേരത്തെ നമ്മൾ കണ്ടു, അത് കർത്താവിന് സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശു മരുഭൂമിയിലേക്ക് പോയി എന്ന് വായിക്കുന്നുണ്ട്. हमने पहले भी हमने देखा था कि शैतान की ओर से वो परीक्षा किया जाने के लिए वो जंगल की ओर गया. ഇവിടെ എങ്ങനെയാണ് ദൈവത്തിന്റെ ട്രയൽ സാത്താന്റെ പരീക്ഷയാകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. तो यहाँ पर हम देख रहे हैं कि किस तरह परमेश्वर जो यीशु को परखने जा रहा था, वो परखने का अवस्था शैतान की ओर से परीक्षा भी बन गया करके हम देखेंगे. അപ്പൊ നമുക്ക് അതിന്റെ ലൂക്കോസ് സുവിശേഷം 4 അധ്യായത്തിന്റെ 2 വാക്യം, 4:2 में हम पढ़ते हैं. ഇത് കർത്താവ് 40 ദിവസം ഉപവസിച്ച കാര്യമാണ്.
यहाँ पर हम देखते हैं कि प्रभु 40 दिन और 40 रात उपवास किया था ആ ദിവസങ്ങളിൽ ഒന്നും അവൻ ഭക്ഷിച്ചില്ല. और उन दिनों में वो कुछ भी नहीं खाया था. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. जब जब वो सब खत्म हो गया तो उसको भूख लगा. അപ്പോൾ ഈ വിശന്നപ്പോഴാണ് ഉടനെ സാത്താൻ പരീക്ഷയുമായിട്ട് വരുന്നത്. तो जब प्रभु को भूख लगा तब शैतान वहां पर उसको परीक्षा करने के लिए आया. നമുക്ക് വലിയൊരു ആവശ്യം നമ്മുടെ മുമ്പിൽ വരുമ്പോഴാണ് സാത്താൻ നമ്മുടെ മുമ്പിൽ ഒരു വഴി കാണിച്ചു തരുന്നത്. तो जब हमें एक बहुत बड़ा जरूरत, हमें लगता है कि हमें कुछ जरूरत है करके अवस्था में हम आते समय में, तब शैतान परीक्षा लेकर वो चीजों को लेकर आता है ताकि आप उसको ले सके. അപ്പോൾ കർത്താവിന് വിശന്നു. तो प्रभु को भूख लगा. അതിന്റെ 4:3 4:3 में हम पढ़ते हैं, അപ്പോൾ പിശാച് അവനോട്, और शैतान ने तब उससे कहा. അപ്പൊ നമുക്ക് കർത്താവിന് വലിയൊരു ആവശ്യം വന്നിരിക്കുകയാണ്. यहाँ पर प्रभु को एक बहुत बड़ा जरूरत आ चुका है. അപ്പൊ നീ ദൈവപുത്രനായതുകൊണ്ട് ഈ കല്ല് അപ്പമായി തീരുക. तो इसके लिए शैतान कहता है कि यदि तू परमेश्वर का पुत्र है तो ये पत्थर से कह कि उसको रोटी बन जाए. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അറിയാതെ വഞ്ചിക്കപ്പെടുന്നത്. കാരണം നമ്മള് ആത്മാവിന്റെ വിവേകം ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ട്രയലിൽ സാത്താൻ നമ്മളെ കൊടുക്കും. तो इसके लिए देखो, ये हमें यहाँ पर है, हमें अगर आत्मा का सही रीति से नियंत्रण नहीं है, आत्मा में बने नहीं रहेंगे तो शैतान कैसा धोखा देता है. देखो यहाँ पर परमेश्वर जब यीशु को परख रहा था तब शैतान ने क्या किया, परीक्षा लेकर आकर यीशु को गिराने का कोशिश किया. ഇവിടെയാണ് നമ്മള് വാസ്തവത്തിൽ നമ്മള് പ്രാർത്ഥിക്കേണ്ടത്. तो इस अवस्थे में है हमें प्रार्थना का जरूरत है. നമ്മള് മത്തായിയുടെ സുവിശേഷം 6:13 കർത്താവ് അപകട സൂചന തരുന്നുണ്ട്. हम लोग मत्ती का पुस्तक 6:13 में प्रभु वहां पर चेतावनी देता है. മത്തായിയുടെ സുവിശേഷം 6:13 मत्ती 6:13 में हम देखते हैं कि और हमें परीक्षा में ना ला परंतु बुराई से बचा. അപ്പൊ ഈ പരീക്ഷ എവിടുന്ന് വരുന്നു? तो ये परीक्षा कहाँ से लाता है? ദുഷ്ടനിൽ നിന്ന് വരുന്നു. ये दुष्ट से आता है. എന്നാൽ കർത്താവിൽ നിന്ന് വരുന്ന ട്രയല് മാറ്റി പോകാനായിട്ട് പ്രാർത്ഥിക്കരുത്. परंतु परमेश्वर की ओर से परमेश्वर जब हमें परखने के लिए आएगा, वो परखने की बातों को हमसे हट जाओ करके कभी प्रार्थना नहीं करना. നമ്മുടെ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഉടനെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ എന്തൊക്കെയോ കാണിക്കുന്നത് നമുക്ക് വിവേകമില്ലാത്തത് കൊണ്ടാണ്. കാരണം ദൈവത്തിന്റെ പരിശോധന നമ്മുടെ നന്മയ്ക്കായിട്ട് തീരുന്നു. അതേ സമയത്ത് സാത്താന പരീക്ഷയിൽ നിന്നും രക്ഷിക്കാനായിട്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. तो इसके लिए हम हमारे जीवन में कुछ भी आपत्ति तकलीफ क्लेश आए तो तुरंत हम लोग प्रार्थना और उपवास करके ये हट जाने के लिए हम लोग क्या क्या नाटक हम करते हैं, क्योंकि हमें प्रभु का वचन का पहचान नहीं होने की वजह से, प्रभु के साथ रिश्ता मजबूत नहीं होने की वजह से ये हम करते हैं. इसके लिए हमें परमेश्वर जब हमें परखने के लिए आता है वो कभी हटने के लिए नहीं करना, परंतु परीक्षा का विषय में आते समय में उसे हमें संभाले रहने के लिए प्रभु ने हमें प्रार्थना करने सिखाया है और प्रभु हमारे लिए प्रार्थना भी करता है. യോഹന്നാന്റെ സുവിശേഷം 17:15 കർത്താവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഈ കർത്താവ് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. യോഹन्ना का 17:15 जब पढ़ते समय में वहां पर प्रभु एक ये बातें कहता है. वहां पर അവിടെ വായിക്കുന്നു, वहां पर कहता है कि അവരെ ലോകത്തിൽ നിന്നും എടുക്കണമെന്നല്ല, मेरा विनती ये नहीं कि उनको जगत से उठा लो, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണമേ എന്നത്രേ ഞാൻ പ്രാർത്ഥിക്കുന്നത്. परंतु ये है कि उस दुष्ट से उन्हें बचाए रख. അപ്പോൾ എന്താ അതിന്റെ അർത്ഥം? उसका अर्थ क्या है? നമ്മൾ സാത്താന്റെ പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മളും അതിനെക്കുറിച്ച് ബോധപൂർവമായിട്ട് പ്രാർത്ഥനയിൽ വിവേചിച്ചറിയണം. तो हमें शैतान हमें परीक्षा में हमारे जीवन में परीक्षा लाकर हमें गिराने का कोशिश करता है. उस समय में प्रभु है जो हमारे लिए प्रार्थना करता है हम लोग ना गिरे. उसी समय में हमें भी पहचान होना चाहिए और हमें भी प्रार्थना में बने रहकर समझदारी और जागृति में रहना है. അത് പഴയ നിയമത്തിലും വിശുദ്ധന്മാര് ദാവീദൊക്കെയും പ്രാർത്ഥിക്കുന്നുണ്ട്. पुराने नियम में इस विषय में दाऊद भी प्रार्थना करता था. നമുക്ക് സങ്കീർത്തനം 17 भजन संगीता 17 में അതിന്റെ 14-15 വാക്യങ്ങൾ, 14 വാക്യം വായിക്കുമ്പോൾ 14 में हम पढ़ते हैं. എങ്ങനെയാണ് വായിക്കുന്നത്? क्या कैसे हम पढ़ते हैं? തൃക്കൈ കൊണ്ട് ലൈംഗിക പുരുഷന്മാരുടെ വശത്തു നിന്ന് വിടുവിക്കണമേ, അവരുടെ ഓഹരി ഈ ആയുസ്സിൽ അത്രേ. അപ്പോൾ ലൗകികമായ കാര്യങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് സാത്താൻ മനുഷ്യരിലൂടെ തന്നെ സ്വാധീനിക്കുന്നതിനെ കുറിച്ചാണ് വായിക്കുന്നത്. സാത്താൻ മനുഷ്യരിലൂടെ നമ്മളെ സ്വാധീനിക്കും. നമ്മുടെ ബന്ധുക്കാഴ്കളിലൂടെ, നമ്മുടെ മിത്രങ്ങളിലൂടെ, അടുത്ത് നിൽക്കുന്നവരുടെ ലോകപരമായ കാര്യങ്ങളിൽ നമ്മളെ അകപ്പെടുത്താൻ സാത്താൻ ശ്രമിക്കും. वहां पर अपना हाथ बढ़ाकर हे यहोवा मुझे मनुष्यों से बचा, अर्थात संसारी मनुष्यों से जिसका भाग इसी जीवन में है,
तो हमारे इस जीवन में, इस दुनिया में ऐसे बहुत से लोग हैं जो हमें गिराने के लिए आपत्ति और विपत्ति पे लाएगा। शायद हमारे रिश्तेदार है, हमारे बंधु मित्र हो सकते हैं, जो हमें प्रभु से दूर करने का कार्य करने का कोशिश करेगा। അപ്പൊ നമ്മളവിടെ നമ്മള് എത്രയും നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പോലും സാത്താൻ അവരെ ഉപയോഗിക്കാൻ പറ്റും നമ്മളെ സ്വാധീനിക്കാൻ. तो देखो कितना भी ये मनुष्य लोग हमसे प्रेम करता है करके बोल तो रहे हैं, परंतु फिर भी ऐसा मनुष्यों को शैतान इस्तेमाल कर सकता है हमें प्रभु से दूर ले जाने के लिए। എന്നാൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെതായ പരിശോധന വരുമ്പോൾ അത് പ്രാർത്ഥിച്ചകറ്റരുത് എന്നാണ് നമ്മള് വേറൊരു വാക്യം നമ്മൾ പത്രോസ് ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. परंतु जब परमेश्वर जब हमें परखते समय में वो हमारे भलाई के लिए है, वो भलाई के लिए जो भी प्रभु करता है उसके लिए कभी भी हम लोग प्रार्थना करके हटाना नहीं करके पहला पत्रोस में हम देखते हैं। പത്രോസ് 1:6-7 पहला पत्रोस 1:6 और 7 में हम पढ़ते हैं। പത്രോസ് 1:6-7 यस, पहला पत्रोस 1:6 और 7 में हम पढ़ते हैं। അവിടെ വായിക്കുന്നത് എന്താണ്? उधर आप क्या पढ़ते हैं? और वो इस कारण तुम मगन होते हो। പരിശോധനയാണ്. तो वहां पर अब हमारा जो विश्वास को परखा जा रहा है वहां पर, എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി എണ്ണുവാൻ ഇടവരും. और ये परखा जाने में अगर हम लोग खरा निकला तो क्या होगा? यीशु मसीह के प्रकट होने पर प्रशंसा और महिमा और आदर का कारण बनेगा। അപ്പം ദൈവത്തിന്റെ വശത്തു നിന്നും വരുന്ന ശോധനയാണ് നമ്മൾ നേരത്തെ പത്രോസിൻ ഒന്നും കൂടെ വായിക്കാം, യാക്കോബൻ ലേഖനത്തില് അത് നമുക്കത് വായിക്കാം. അത് ട്രയലും പരീക്ഷയും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കണം. इसलिए हमें याकूब का पुस्तक पहला अध्याय में हमें परखा जाना और शैतान की ओर से परीक्षा आना, ये दोनों को अच्छी तरह से फर्क समझना जरूरी है। അപ്പൊ 1:12 വായിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? तो 1:12 जब वहां पर पढ़ते समय में उसका उद्देश्य क्या है? അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം, ताकि वो खरा निकल कर, തന്നെയല്ല നമുക്ക് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലുണ്ട്, उसका 1:3 में भी हम पढ़ते हैं, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നെന്ന് അറിഞ്ഞ അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. हो इस पर तुम आनंद की बात समझो कि यह जानकर कि तुम्हारा विश्वास से परखे जाने से धीरज उत्पन्न होता है। അത് പ്രാർത്ഥിച്ച് അകറ്റാനല്ല പറയുന്നത്, तो वो उसको प्रार्थना करके हटाओ करके नहीं बोलना, അത് सहिക്കുക. അത് സഹിക്കുമ്പോൾ അതിന് പ്രതിഫലമുണ്ട്, നമ്മൾ കൊള്ളാവുന്നവനായി തെളിയും. बल्कि उसको धीरज से सहना है। धीरज से सहेंगे तो हम लोग उसके अंदर उसका फायदा होता है, वो हमें लाभ के लिए होता है। എന്നാൽ സാത്താൻ കൊണ്ടുവന്ന പരീക്ഷ നമ്മളെ നശിപ്പിക്കും. परंतु शैतान जब परीक्षा लाता है वो हमारा नाश के लिए लाता है। നമ്മള് സാത്താൻ കൊണ്ടുവന്ന പരീക്ഷ അതാണ് നമ്മള് 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10. അവൻ വരുന്നത് എന്തിനാണ്? യോഹന്നാൻ 10:10 में पढ़ते समय में शैतान जब आता है वो क्यों आता है? അവിടെ 10:10 चोर उसी का काम करने के लिए आता है, परंतु केवल चोरी करने और घात करने और नष्ट करने के लिए आता है। നമ്മുടെ പ്രതിഫലങ്ങൾ നഷ്ടമാക്കാനും നമ്മുടെ ജീവിതത്തിൽ ദുരിതം കൊണ്ടുവരാനും സാത്താൻ പരീക്ഷയിൽ നമ്മളെ അകപ്പെടുത്തും. हम इसलिए चोर जब भी आते समय में हमारे जीवन में बहुत हमें दर्द के अवस्थे में दुर्घटना में गिराने के लिए चोर आता है, शैतान आता है। 1 तीमोथी 6:10 पहला तिमोथी 6:10 में हम पढ़ते हैं, നാം ധനമോഹികളായി തീരാനായിട്ട് സാത്താൻ പരീക്ഷ കൊണ്ടുവരും. हम लोग धन के लोभी हो जाए ऐसा अवस्थे में लाने के लिए शैतान कोशिश करेगा। അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്താണ് അവിടെ പറയുന്നത്. और उसके पीछे धन का लोभ का विषय, धन के पीछे मन लगा के बटेगा तो उसका दुर्घटना क्या है, नुकसान क्या है, आगे हम पढ़ते हैं। അതിന്റെ 10-ാമത്തെ വാക്യത്തിലുണ്ട്, 10वां वाक्य में हम पढ़ते हैं, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് जिस प्रकार ऐसा बहुत लोग इसका आग्रह कर വിശ്വാസം വിട്ട് ബഹു ദുഃഖങ്ങൾക്ക് അധീനരായി തീരുന്നു. वो लोग विश्वास से भटक जाते हैं और अपना नाना प्रकार के दुखों में वो लोग छल्ली बन गई है। സാത്താൻ കൊണ്ടുവരുന്ന പരീക്ഷ നമ്മളെ ദുഃഖത്തിലേക്കും നിരാശയിലേക്കും നയിക്കും. എന്നാൽ ദൈവം കൊണ്ടുവരുന്ന ട്രയല് നമ്മള് പലവിധമായ ആ സന്തോഷം എന്നാണ് വായിച്ചത്, നമ്മളെ പത്രോസ് ലേഖനത്തിൽ വായിച്ചത്, ബഹുവിധമായ സന്തോഷത്തിലേക്ക് ആനന്ദത്തിലേക്ക് നമ്മളെ നയിക്കും. इसलिए शैतान जब भी वो परीक्षा जब वो लाएगा वो दुख के लिए आता है, बहुत बड़ा दुख और क्लेश और विपत्ति लाने के विषय में कारण बन जाता है। परंतु प्रभु जब हमें परखता है तो पहला पत्रोस में हमने देखा वो आनंद का कारण बनता है, खुशी मनाने का अवस्थे में हो जाता है वो। അപ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ ട്രയലും പരീക്ഷയും രണ്ടും വേർതിരിച്ച് ദേവദാസൻ പറയുന്നുണ്ട്. इसलिए याकूब का पुस्तक हम लोग पढ़ते समय में
परीक्षा जो शैतान की ओर से है और परखना परमेश्वर की ओर से है, ये दोनों बातों का फर्क वहां पर वो दास बताता है। അപ്പം യാക്കോബൻ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത് ദൈവം കൊണ്ടുവരുന്ന ട്രയലാണ്. 13-ാം വാക്യം സാത്താൻ കൊണ്ടുവരുന്ന പരീക്ഷയാണ്. तो इसके लिए याकूब का पुस्तक 1-12 अध्याय में पढ़ते समय में वो परमेश्वर जो हमारे जीवन में परखने का अवस्था है वो बात को लाता है, और 13 वाक्य में जो शैतान हमें परीक्षा देता है उसका विषय में है। പക്ഷെ സാത്താൻ പരീക്ഷിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ ആ സമ്മതിച്ചെങ്കിൽ മാത്രമേ അവന് നമ്മളെ പരീക്ഷിക്കാൻ കഴിയത്തുള്ളൂ. तो शैतान जब परीक्षा जब वो लाते समय में हम जब उसको अनुमति देता है तभी वो पूर्ण रीति से हमें परीक्षा देकर गिरा सकता है। അതുകൊണ്ട് നമ്മൾ യാക്കോബൻ ലേഖനത്തിൽ വായിച്ചു, നിങ്ങൾ യൗവനക്കാരായിരിക്കുന്നവരെ ദൈവവചനം സമൃദ്ധിയായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് സാത്താന്റെ പരീക്ഷയെ ജയിച്ച ഒരു കൂട്ടം യൗവനക്കാരെ അവിടെ കാണുന്നുണ്ട്. इसलिए हम लोग पहला यूहन्ना में हमने पढ़ा था कि जैसा हमने देखा था कि कुछ जवान लोग हैं जो वचन में वो लोग मजबूत रहने की वजह से शैतान की परीक्षाओं से वो लोग जीत पाया। വചനത്തിൽ തന്നെ നമുക്ക് ഊന്നൽ കൊടുക്കാം. इसलिए हम लोग वचन पर ही हम लोग ज्यादा जोर दें, വചനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. क्योंकि वचन के द्वारा है हमें पवित्र आत्मा हमें सहायता करता है। എന്നാൽ ഈ വചനം എന്ന് പറഞ്ഞ് മനുഷ്യരുടെ ഉപദേശങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ വഞ്ചിക്കപ്പെടുന്നത്. परंतु ये वचन है करके बोलकर मनुष्यों का उपदेश में अगर हम जाएंगे तो धोखा होएगा। കർത്താവ് നമ്മളെ പരീക്ഷകളിലും ശോധനയും തിരിച്ചറിയാൻ അമിതമായ കൃപയും സഹായവും തരട്ടെ. इसलिए परमेश्वर हमें प्रभु का आत्मा के द्वारा ट्रायल क्या है, टेस्टिंग क्या है, यानी कि परीक्षा क्या है और परखा जाना क्या है, ये दोनों का फर्क हमें बताए। प्रेज द लॉर्ड। Praise the Lord.